ടു മൈ അനദർ എപ്പിസോഡ് സുമി രാശിക് തോട്ട്സ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, പണ്ട് കാലങ്ങളിൽ നായകനായും ഒരേ സമയത്ത് വില്ലനായിട്ടും അഭിനയിച്ചിട്ടുള്ള, ഇപ്പോൾ സീരിയലുകളിൽ തിളങ്ങി നിൽക്കുന്ന, അച്ഛനായി തിളങ്ങി നിൽക്കുന്ന നമ്മുടെയൊക്കെ സ്വന്തം ഒരു ഗ്ലാമർ താരം എന്നൊക്കെ പറയാം, നമ്മുടെയൊക്കെ സ്വന്തം ജഗന്നാഥ വർമ്മ സാറിന്റെ മനു വർമ്മ. അപ്പൊ സാർ, എന്താണ് ചേട്ടന്റെ പുതിയ വിശേഷങ്ങളൊക്കെ, എന്താണ് പറയും? എന്ത് വിശേഷം? സീരിയൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. സീരിയല് ഇപ്പൊ കുറെ രണ്ടു മൂന്ന് നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നല്ലേ എല്ലാവരും. അതുകൊണ്ട് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഒരുപാട് ദൂരദർശന സിനിമയിലൊക്കെ നായകനായിട്ട് ഒക്കെ വന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ആരും നായകനായിട്ട് വിളിക്കൂല, ഏജ് ഓവറായി. അപ്പൊ പിന്നെ അമ്മാവനും അപ്പുറത്തെ അമ്മാവനും അച്ഛനും ഇതൊക്കെയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല സീരിയലിന്. കാരണം ഒരു അമ്മാവൻ എന്തായാലും ഫുൾ ടൈം അമ്മാവനാവില്ല. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് കുറയും. നമുക്ക് അത് വെച്ച് മാത്രം നമുക്ക് ഇതാവില്ല. പടത്തില് ഒരു സീനോ രണ്ട് സീനോ നല്ല സീൻ കിട്ടിയാലും നമുക്ക് നോട്ടബിൾ ആവും. അങ്ങനെ സീരിയല് അപ്പൊ എന്താ വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സീരിയല് അത്ര നല്ല വിശ്വാസമുള്ള ആൾക്കാരും അത്ര നല്ല ക്യാരക്ടറാണെങ്കിൽ തുടക്കത്തിൽ പറയും കേട്ടോ, ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ആദ്യത്തെ ദിവസം ഒരു 10 ദിവസം ഉണ്ടാവും ആദ്യത്തെ ഷെഡ്യൂളിൽ. പിന്നെ കുറഞ്ഞു ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ. അതിൽ എക്സെപ്ഷൻ കിട്ടുന്നത് നായകനും നായികയ്ക്ക് മാത്രമേ ഉള്ളൂ, വില്ലത്തി. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഷഫിൾ ചെയ്യേണ്ട ജീവിതം. മൂവി ഇപ്പൊ വന്നിട്ടുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ആണ്. മൂവിയുടെ നമ്മള് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം തികഞ്ഞു വരണ്ടേ. ഓരോരുത്തരുടെ ഡേറ്റ്സും ഞാൻ മാത്രമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല്ലോ. പറയാൻ പറ്റില്ല. കാരണം ആരൊക്കെയാണോ ഓക്കെ ആവുന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ളതാണ്. മെയിൻ ആൾക്കാർ ഇപ്പൊ നല്ല മെയിൻ ആൾക്കാരൊക്കെ. ലൊക്കേഷൻ ഒന്ന് പാലക്കാടുണ്ട്, ഒന്ന് എറണാകുളത്തുണ്ട്, ഒന്ന് മിക്കവാറും മൂന്നാർ ആ ഏരിയയിലായിരിക്കും. അപ്പൊ ഇപ്പം കൊറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല സുമി, ഞാനിപ്പോഴും പറയാറുണ്ടത്, ഞാന് മലയാള സിനിമയിൽ ആകെ കൂടെ അഭിനയിക്കാത്തത് തന്നെ നസീർ സാറും സത്യൻ സാറും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുമായിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരു എൻ്റെ ഏതോ ഇന്റർവ്യൂവിൽ ഞാനത് പറഞ്ഞപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ചോദിച്ചു, സെൽഫ് എന്താണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാന്ന്. അതല്ല, ഉള്ളതുപോലെ പറയണ്ടേ. എനിക്ക് അഭിമാനമല്ലേ ഉള്ളൂ. ഈ കമന്റിലായിരിക്കുന്ന ഒരു പണിയില്ലാതിരിക്കുന്ന ആൾക്കാരാണ് കമന്റ് ഇടുന്നത്. അത് നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. നമ്മൾ ഐ ഡോണ്ട് കെയർ. നമുക്ക് അറിയാവുന്ന ആള് തന്നെ ആയിരിക്കും നമ്മുടെ ഐ ഡോണ്ട് കെയർ ഇറ്റ്. അപ്പോൾ ചില പെയ്ഡ് ഉണ്ടാവും, ആൾക്കാർ പൈസ കൊടുത്ത് കമന്റ് ഇടുന്ന ചീത്ത ഒളിപ്പിക്കുന്നവര്. ഇപ്പൊ സിനിമ ഇറങ്ങുമ്പോൾ മറ്റേ ആളുടെ ഫാൻ ചെയ്യുന്ന പോലെ തന്നെയാ. അതൊന്നും നോക്കണ്ട. ഇത് സോമേട്ടൻ, എൻ്റെ ആദ്യത്തെ ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടത്തിൽ സുഖുവേട്ടനാണ് കൂടെ അഭിനയിച്ചത്. അതായത് ശങ്കരാഭരണത്തിലെ അവര് പേരും പറഞ്ഞല്ലോ, സുകുമാരൻ. അന്ന് ഇന്ദ്രജിത്തും രാജുവൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ സോമേട്ടൻ, പിന്നെ അങ്ങനെയുള്ള പിന്നെ അവരൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല, ഇപ്പോഴും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൽ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന. അല്ല, എന്താ പറയുക, ഞാൻ ന്യൂജൻ ആൾക്കാരുമായിട്ട് വളരെ കുറച്ചേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് തരാനുള്ള റെസ്പെക്ട് ഒക്കെ അവർ തരുന്നുണ്ട് കേട്ടോ, ഇവിടുത്തെ കുട്ടികൾ. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞവർ ആ റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ദ്രനാണെങ്കിലും രാജു ആയാലും എല്ലാവരും ആ ഒരു റെസ്പെക്ട് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്ന സംഭവമല്ലല്ലോ. റെസ്പെക്ട് നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഗീവ് ആൻഡ് ടേക്ക് നല്ലേ. ഈ ന്യൂജൻ എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ആർട്ടിസ്റ്റും ഇപ്പോഴത്തെ ആർട്ടിസ്റ്റും നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചേട്ടന് അതിന്റെ എക്സ്പീരിയൻസ് കൂടുതൽ അറിയാൻ പറ്റും നമ്മളെക്കാളും. അപ്പൊ ഞാൻ എല്ലായിടത്തും ഞാൻ മമ്മൂക്കയോടും ഒരിക്കൽ പറഞ്ഞു, നമുക്ക് പണ്ടൊക്കെ എന്ത് സുഖമായിരുന്നു. ഈ കാരവാൻ സിസ്റ്റം വന്നതിന് ശേഷമാണ് ഗ്രൂപ്പിസം വന്നത്. ഓരോരുത്തരും ഗ്രൂപ്പ് ഉണ്ടാക്കുക. മറ്റത് ഞാൻ എപ്പോഴും പറയട്ടെ, മഹാറാണി ഹോട്ടലിൽ നിന്ന് ശശിയേട്ടൻ്റെ ഒക്കെ പടത്തിന് ഞാൻ അന്ന് അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ അച്ഛൻ്റെ കൂടെ നിൽക്കും ബിരിയാണി കഴിക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു റൂമിൽ നിന്ന് മമ്മൂക്ക, ഒരു റൂമിൽ ലാലേട്ടൻ, ഒരു റൂമിൽ റഹ്മാൻ, പിന്നെ അതിനകത്തുള്ള ആൾക്കാർ ശശിയേട്ടൻ, സീമചേച്ചി, ജഗന്നാഥൻ ചേട്ടൻ, ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ചീട്ടുകളി, ആകെ ബഹളമാണ് അവിടെ. അപ്പം ആ ഒരു സന്തോഷം കിട്ടുന്നില്ല.
ഇപ്പോൾ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങിയിരിക്കാറുണ്ട്, നമ്മുടെ കൂടെ ഇരിക്കാറുണ്ട്. ഈ പകല് ക്രൗഡിന്റെ ഇടയിൽ അങ്ങ് കയറി പോകും. അപ്പോൾ ഇവരോടുള്ള നമ്മുടെ അടുപ്പം കുറയും. അഭിനയിക്കാൻ നേരത്തില്ലേ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷമമുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. എല്ലാവരും എൻ്റെ ജനറേഷനിലുള്ള എല്ലാവരും ഉണ്ട്. ഷമ്മി, സാദിഖ്, ഇവരൊക്കെ ആയിട്ട് എപ്പോഴും വിളിക്കാറുണ്ട്. പിന്നെ ടോപ്പ് ഇതിലായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു, എനിക്ക് ആരെയും ശല്യപ്പെടുന്നത് ഇഷ്ടമല്ല. അപ്പം ചിലർ ചോദിക്കും, ചേട്ടാ എല്ലാവരും വിളിച്ചു ചോദിക്കണം. ഈ വിളിച്ചു ചോദിക്കാത്ത ഒരു കമന്റ് കണ്ടു, ട്രൈ ചെയ്യണം എല്ലാവരും, മറ്റേ ഇറന്ന് നടന്നിട്ടാണ് കിട്ടുന്നത്. ഇല്ല, ഇറന്ന് നടന്നിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. അവരുടെ ടൈം ആകുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? അല്ല, PR വർക്ക് ഒരു സംഭവത്തിൽ വേണം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. അത് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ അവരെ വിളിച്ചിട്ട് വേഷം ചോദിച്ചാൽ, ഒരു സിനിമയിൽ എനിക്കൊരു കാര്യമില്ലാത്ത അപ്രധാനമായിട്ടൊരു വേഷം കിട്ടിയാൽ എന്നെ ആൾക്കാർ കാണും. ആ പടം ഒരു എണ്ണം കൂട്ടും ചെയ്യും. പടത്തിന്റെ 10 പടം ചെയ്തു എന്ന് പറയാം, പക്ഷെ നമുക്ക് ലൈഫിലൊരു ഗുണം ഉണ്ടാവില്ല. എന്നാലും നമ്മളിവിടെ ഉണ്ട്. അത് ഞാൻ സീരിയലിൽ വരുന്നുണ്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് പടങ്ങൾ വരുന്നുണ്ട്. ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പടത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഡിമാൻഡ് ആവണം. ഇപ്പൊ നമുക്ക് ഒരു പടത്തിൽ കിട്ടുമ്പോൾ നമ്മുടെ ഒരു കഥ കേട്ട് നല്ല ക്യാരക്ടർ ആകുമ്പോൾ ചെയ്യുക. റെമ്യൂണറേഷൻ അതുപോലെ നമ്മൾ ആ പറയുന്നൊരു ഘട്ടത്തിലായാലും നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ. അതെല്ലാം നമ്മൾ ഒരു സൈഡ് എന്തെങ്കിലും അവിടെ പോയി ആരും ശ്രദ്ധിക്കാത്തൊരു വേഷം ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതിനൊരു സമയമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഉണ്ണികൃഷ്ണൻ തിരുമേനി 70-ാം വയസ്സിനെ പറ്റി അഭിനയിച്ചത്, ദേശാടനത്തിൽ അഭിനയിച്ചത്, പക്ഷെ തകർത്തില്ലേ? അതുപോലെ തന്നെ മറ്റേ താരയുടെ അമ്മ സുബ്രഹ്മണ്യ, സോറി, ഞാൻ എന്നെ പാട്ട് പഠിപ്പിച്ചതാ. ആദ്യമായിട്ട് പാട്ട് എന്റെ ഗുരുസ്ഥാനിയാണ്. അപ്പൊ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടാ. അപ്പൊ അത് സമയമാണ്. മനസ്സിലായോ? അപ്പൊ അവര് മരിക്കുന്നവരെ ലൈം ലൈറ്റിലായിരുന്നില്ല ഇവർ രണ്ടുപേരും. ഇപ്പോഴും നമുക്ക് കല്യാണരാമല്ല, മുത്തശ്ശൻ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ആർക്കെല്ലാം പറയും. പിന്നെ ഇനിയുള്ള ജനറേഷനിൽ ഇപ്പൊ നരേന്ദ്രപ്രസാദിനെ അറിയുമെന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പക്ഷെ ചേട്ടനല്ല കേട്ടോ. മനു വർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ആ ഒരു പേര് പറഞ്ഞ നിങ്ങളുടെ ഫാമിലി. അതാണ് ഞാൻ പറഞ്ഞത്, സീരിയലിനൊരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് അന്നത്തെ ജനറേഷൻ മുതൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വരെ മനസ്സിലുണ്ടാവും. നേരെ മറിച്ച് സിനിമയിൽ അന്ന് ഉള്ള ആൾക്കാരെ നമുക്ക് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട്. അവരെ ക്യാരക്ടറൊക്കെ പറഞ്ഞു കൊടുക്കാം. ഫോട്ടോ ഒക്കെ കണ്ടാല് അറിയുമെന്ന് പറയുന്നതാണ്. അപ്പൊ ഇപ്പോഴും ലൈം ലൈറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ പടത്തിൽ എത്തുന്ന ഒരു സീനായി ചിലപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ശ്രദ്ധിക്കൂല. ഒന്നാമതിപ്പോഴത്തെ മൂവീസ് തന്നെ ബഹളമായോ. ഞാൻ എന്നിട്ടിപ്പോ വെറുതെ ഇരിക്കുമ്പോ ഇപ്പൊ ഞാൻ വീഴ്ച വന്നിട്ട് കാലിന് ചതവുണ്ട് മസിലിന്. പ്ലാസ്റ്റിക് കസേര ഇരുന്നതാ, അതിന് ബലമില്ലായിരുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക് കസേര കാണുമ്പോ പേടിയാ. അങ്ങനെ ഇപ്പൊ ഈ വെറുതെ ഇരിക്കുമ്പോ ഞാൻ പഴയ സിനിമകൾ കാണും. മമ്മൂക്കയുടെയും ലാലേട്ടന്റെ ഒക്കെ പഴയ പടങ്ങൾ, കഥകളാണ്. ക്രൂരതയല്ലേ? കാരണം അച്ഛനും മകനുമായിട്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ അച്ഛനുണ്ടായിരുന്നു. എന്റെ അച്ഛനായിട്ട് തന്നെ നായകനായിട്ട് നിങ്ങള് ഞാൻ നായകനായിട്ട് എന്റെ അച്ഛനായിട്ട് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എന്താ? അതില് ഞാൻ പറഞ്ഞില്ല, അതിലാണ് സുഖേട്ടനൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ശങ്കരാഭരണത്തിൽ അഭിനയിച്ച പെൺകുട്ടിയായിട്ട്, ശങ്കരശാസ്ത്രികളുടെ പെൺകുട്ടിയായിട്ട്. ശങ്കരാഭരണത്തിൽ മലയാളത്തിൽ അച്ഛനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് പലർക്കും അറിഞ്ഞൂടാ. മലയാളം വേർഷനിൽ അച്ഛനാണ് ഒറ്റ ദിവസം കൊണ്ട് ഡബ് ചെയ്തെടുത്തത്. അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ സൗണ്ട് അച്ഛനാണ് എടുത്തിട്ടുണ്ട്. സോമയാജുവിന്റെ വർണ്ണത്തിന് മാത്രം സമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയില് സുഖേട്ടൻ, സുഭാനി ചേച്ചി, പിന്നെ കൊല്ലം തുളസിയേട്ടൻ, പക്രു ആദ്യമായിട്ട് വരുന്ന ആ സിനിമയില. എനിക്കെപ്പോഴും ആ ഷോട്ട് ഓർമ്മയുണ്ട്. മാമുക്കയുടെ മോനായിട്ട് ഒരു കുട്ടയ്ക്കകത്തിരിക്കുകയാണ് അതിനാണ് വരുന്നത്. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ ബിസിയായി. നമ്മളറിയണമല്ലോ, നമ്മളെപ്പോഴും വിളിച്ചിട്ട് ഞാനാണെന്ന് പറയുന്ന ഒരു ശീലം എനിക്കില്ല. ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു ചാൻസ് ചോദിച്ച് ഒരു പടം തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ചാൻസ് ചോദിക്കണേ. അല്ലാതെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട്, ഒരാളെ വിളിച്ച് ചോദിച്ചിട്ട്, ചേട്ടാ എനിക്കൊരു ചാൻസ് വേണമെന്ന് ഞാൻ നോക്കട്ടെ, പടം തുടങ്ങട്ടെ എന്ന് പറയുള്ളൂ. ആ ഈ പടം തുടങ്ങുമ്പോൾ നമ്മളെ ഓർക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈവാധീനം. ഞാൻ ഈശ്വരനെ ഒരുപാട് വിശ്വസിക്കണം. നമ്മൾ അവർ പടം തുടങ്ങുമ്പോൾ നമ്മളെ, ഞാൻ പറഞ്ഞില്ല, അതിനെ എല്ലാത്തിനും പറയുന്നത് നന്ദുവിന്റെ കാര്യമൊക്കെ. രഞ്ജിത്തേട്ടൻ അവനെ ഓർത്തു, ആ ക്യാരക്ടർ അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു, അവൻ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു നന്ദു, അല്ലേ? അപ്പൊ ആ സമയമായി
അപ്പോൾ അവന് എണ്ണപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ ഒരാളായി മലയാള സിനിമയിലെ. ഈശ്വരാധീനത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ എന്താണ് ഈശ്വരൻ? ഏതാണ് ഭക്തി കൂടുതലാണെന്ന് എനിക്ക് ഈ വീട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ. എനിക്ക് അന്ധവിശ്വാസമില്ല. ഈശ്വരൻ നമ്മളെ മനസ്സിലാക്കും. കുറിയൊന്നും എൻ്റെ ഒരു കോൺഫിഡൻസിനാണ്. ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാനെപ്പോഴും പറയാം, അമ്പലത്തിൽ പോയിട്ടോ 1 ലക്ഷം ജപിച്ചിട്ടോ കാര്യമില്ല, ഒരു കാര്യമില്ല. ഇത്രയും ഭാഗത്ത് മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവണം, സമർപ്പണം ഉണ്ടാവണം, എല്ലാം സമർപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും, ദുഷ്കർമ്മമായാലും നല്ല കർമ്മമായാലും, നമ്മൾ ചെയ്യുന്ന എന്തായാലും, ഇപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിലും കാപ്പി ഉണ്ടാക്കണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും അത് തിന്നുകയാണെങ്കിലും ഇതെല്ലാം അവർക്ക് കൊടുത്തു നോക്കൂ. അപ്പോൾ മനസ്സ് ശൂന്യമാവും. നമുക്ക് ഈ ആവശ്യമില്ലാത്ത വറീസ് ഉണ്ടാവില്ല. ഇതൊന്നും നമ്മുടെ അല്ല, നമ്മളല്ല. ഞാൻ സ്പിരിച്വലായി പോകും പറഞ്ഞു. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഒറ്റ കാര്യമുള്ള അഹങ്കാരം നമ്മുടേതായിട്ടുള്ളത്. ഇത് പഞ്ചഭൂതമാണ് അല്ലേ? ഇത് ഉള്ളിലിരിക്കുന്ന ശ്വാസം പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ റീസൈക്ലിങ്ങാ. ഇതൊന്നും പ്രപഞ്ചത്തിൽ നിന്ന് പോകുന്നില്ല. ഇത് പിന്നെ വേറെ രീതിയിൽ വരും. ഞാൻ എപ്പോഴും വേറൊരു കല്പത്തിലോ അല്ല യുഗത്തിലോ നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. ഈ ശരീരമായിരിക്കില്ല. സുമിയും ഞാനും ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ജന്മം ഒരു ജന്മമേ ഉള്ളൂ, മനുഷ്യ ജന്മം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അത് നമ്മള് എല്ലാം വിശ്വസിക്കാതെ ഒരു കാര്യം നമ്മളല്ല, കാണാതെ ഒരു കാര്യം വിശ്വസിക്കുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടിട്ടൊരു കാര്യം വിശ്വസിക്കണ അതിന് കാര്യമൊന്നുമില്ല. അപ്പൊ ദൈവമുണ്ട്, ഞാൻ കണ്ടു, അങ്ങനെ കണ്ട് നമ്മൾ വിശ്വസിക്കുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷെ ഇല്ലാതെ, ഈ പഞ്ചശക്തികളും ഇല്ലാതെയാണ് വിശ്വസിക്കുന്നത് ഇത്രയും കോടി ജനങ്ങൾ. ഇവരെങ്ങനെ പറയും ഇവർക്ക് ഒരു ജന്മേ ഉള്ളെന്ന്? മനസ്സിലായോ? പക്ഷെ there is some power ഇല്ലേ? സംതിങ്. അതാണ് ഞാൻ പറഞ്ഞേ, എല്ലാത്തിലും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതൊക്കെ സ്വപ്നങ്ങളിലൊന്നുമല്ല, നമ്മുടെ എന്തൊക്കെ ആപത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഫീൽ ചെയ്ത് നോക്കും. ഞാനെപ്പോഴും പറയും, ഇപ്പൊ കൃഷ്ണൻ അല്ലെങ്കിൽ ശിവൻ ഈ പടത്തിൽ കാണുന്ന പോലെ 6 പാക്കും ഷൂലും ഒക്കെ ആയിട്ട് നിൽക്കുന്നതല്ല. ഒരു പവറാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളെ അള്ളാഹു എന്ന് വിളിക്കുന്നതും ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നതും പിതാവേ എന്ന് വിളിക്കുന്നതും ശിവൻ എന്ന് വിളിക്കുന്നതും കൃഷ്ണൻ എന്ന് വിളിക്കുന്നതും ഒന്നാണ്. ദേവി എന്ന് വിളിക്കുന്നത് ഒക്കെ ഒന്നാണ്. ഇത് ശിവകാശിയിലിരിക്കുന്ന ആരോ ഇപ്പോൾ ഇങ്ങനെ വരച്ചു തന്നത് നമ്മളത് കാണുന്നു. ശിവൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നീല കളറ്, തൃശൂലവും 6 പാക്കും ഒക്കെ ആയിട്ട് ഒന്നുമല്ല. പക്ഷെ അതിനൊരു വേർഷനുണ്ട്. ശിവലിംഗമല്ലേ? ശിവലിംഗം എന്ന് പറയുന്നത് ശിവലിംഗം ശരിക്കും ആൾക്കാർ പറഞ്ഞത് വേറൊരു രീതിയിലാണ്. ഈ ലിംഗം എന്ന് പറയുന്ന അടയാളമാണ്. അത് ആരെ വേണമെങ്കിലും ഇതിൽ ഇപ്പൊ നഗരൂർ മുസ്ലിം പള്ളിയുണ്ട്, അവിടെ ഏകദേശം ശിവലിംഗ രൂപത്തിലാണ് കല്ല് വെച്ചിരിക്കുന്നത്. നഗരൂർ വേളാങ്കണ്ണി പോകുന്ന വഴിക്കാ. ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ. വേളാങ്കണ്ണി പോയിട്ടുണ്ട്. യാത്രകൾ ചെയ്യാറുണ്ട്. ഞാൻ പണ്ട് കാലത്ത് 10-60 പള്ളികളിലും അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. പലരുമായിട്ടും പോയിട്ടുണ്ട്. ഫ്രണ്ട്സുമായിട്ട് അല്ല, അമ്മയച്ഛനായിട്ട് പോയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ്. റിസ്ക് എന്നല്ല, ഈ നമ്മളെ പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ആൾക്കാരെ കാണിക്കാനുള്ള വിശ്വാസം ആവരുത്. ബാക്കിയുള്ളവരെ കാണിക്കാനുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലായിരിക്കും വിശ്വാസം. ഞാൻ എന്നും അമ്പലത്തിൽ പോയി, ഞാൻ അമ്പലത്തിൽ പോകാത്തത് എനിക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഈ അമ്പലത്തിൽ പോയ സൈലന്റ് ആവണം. പിന്നെ ഇവിടെയൊക്കെ നേരെ തിരിച്ചാ. അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് ഓടിപ്പോയതും അവര് തമ്മിലടിച്ചതും കത്തിക്കുത്തുണ്ടായതും സംഘമാണ് അമ്പലം എന്ന് പറയുന്നത്. അപ്പൊ അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ളവരെ കുറ്റം ഇഷ്ടപ്പെടും. അതല്ല, ബാക്കിയുള്ളവർ എന്തെങ്കിലും ആയിട്ട് നമ്മളെന്തിനാ പറയാൻ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്നോട് പോലും ഞാനിത് തർക്കിക്കും. ഇങ്ങനെ അമ്മയുടെ പെറ്റാണ് ഞാൻ. അമ്മയുടെ ഫാമിലിയില് 12 മക്കളുള്ള ഇളയാളാണ്. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചാണ്. ഒറ്റ നിലയേ ഉള്ളൂ. കാരണം അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ അതിന് പുറകിൽ കാരണങ്ങളുണ്ട്. അതിപ്പോ ജനങ്ങൾക്ക് വരെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എനിക്ക് 2nd ഫ്ലോർ ഉണ്ടെങ്കിൽ അമ്മയും കയറാൻ പറ്റില്ല, ഞാനത് ശ്രദ്ധിക്കില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് 3 ബെഡ്റൂം ഉണ്ട്. നമുക്ക് വേണ്ട ഒരു ഫ്ലാറ്റ്, 3 ബെഡ്റൂം, നമുക്കൊരു പോസ്റ്റ് ഫ്ലാറ്റിൽ കയറുന്ന ഒരു അവസ്ഥ. നമ്മള് നല്ല ഫർണിച്ചേഴ്സ് ഉള്ളിൽ, അതുകൊണ്ട് സ്വസ്ഥതയുണ്ട്. എനിക്ക് സിറ്റി ലൈഫ് ഇഷ്ടമല്ല. എനിക്ക് തിരക്കുള്ള ഇവിടെ ഇപ്പൊ എനിക്ക് ടെൻഷൻ. ഇപ്പൊ റിംഗ് റോഡ് വരിക 100 മീറ്റർ അപ്പുറത്ത്. അപ്പൊ ഈ കണ്ടെയ്നേഴ്സ് പോകുന്ന വഴിയാണത്, മറ്റേ പോർട്ടിലേക്ക് അദാനിയുടെ. അപ്പൊ അതിനി എങ്ങനെയാവുന്നുള്ളത്? റിംഗ് റോഡൊക്കെ വന്നിട്ട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന്
ഭയങ്കര ഡിസ്റ്റർബാണ്. അപ്പൊ ഷൂട്ട് ഇല്ലാത്ത ടൈമില് എന്താ TV കണ്ടോണ്ടിരിക്കും. ഞാൻ വിളിച്ചപ്പോ ജപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷൂട്ടിംഗ് ഇല്ലാതിരിക്കുമ്പോൾ മോർണിംഗ് ആൻഡ് ഈവനിങ് ഇവിടെ കത്തിക്കലും ഇച്ചിരി പ്രാർത്ഥിക്കുക. അത് ചിട്ടയായിട്ട്, അല്ലാത്ത സമയം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് നമുക്കൊരു അരമണിക്കൂർ എന്തെങ്കിലും സ്വസ്ഥമായിട്ട് ഈ പറഞ്ഞ 6 പാക്ക് ഫോട്ടോസ് നോക്കിയിട്ട് പലരുടെയും ധാരണ അവിടെ മാത്രമേ ഉള്ളൂ ദൈവം എന്നുള്ളതാണ്. അപ്പൊ അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വർമ്മ സാറും ചേട്ടനും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതില് ഞാൻ എന്റെ തുടക്കത്തില് നായകനായിട്ട് അഭിനയിച്ച പടത്തില് നമ്പൂതിരിയായിട്ട് എന്റെ അച്ഛനായിട്ട് തന്നെ, ഞാൻ നമ്പൂതിരി ബാലകനായിട്ടായിരുന്നു, എന്റെ അച്ഛനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതില് ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് വില്ലന്മാരെന്നെ മറ്റേ ലോക്കപ്പിലിട്ട് തല്ലി കൊല്ലുന്നുണ്ട്. എന്റെ ഒരു ഷോട്ടൊക്കെ കാണിക്കുന്നത് ഈച്ചയൊക്കെ. അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് തിരുവേനി ഇങ്ങനെ മരിച്ചു എന്ന് പറയും. അച്ഛൻ ശരിക്കും കരഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ പടത്തിൽ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ഒരുപാട് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടോ. പിന്നെ എന്താ, അന്നത്തെ എല്ലാ ആർട്ടിസ്റ്റുകളോട്ട് അഭിനയിക്കാൻ പറ്റി എനിക്ക്. എന്താ പറയുക, മൺമറഞ്ഞ ഒരുപാട് ഗ്രേറ്റ് ലെജൻസിൻ്റെ കൂടെ, ലെജൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. മുരളിച്ചേട്ടനായാലും എന്താ പറയുക, ലളിത ചേച്ചി, പൊന്നമ്മ ചേച്ചി, മസാറിനെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. മസാറൊക്കെ എനിക്ക് കൂട്ടുകാരനെ പോലെ കേട്ടോ. ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ തമാശയൊക്കെ പറയും ഞങ്ങൾ. എല്ലാവരുമായിട്ടും, സുഖമായിട്ടും ഈ പുറത്ത് കാണുന്ന പൗരുഷക്കാരനൊന്നുമില്ല, പരുക്കനൊന്നുമില്ല. നമ്മൾ വളരെ, ഞാൻ സുഖമായിട്ടെന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു സോമേട്ടനായാലും, സോമേട്ടൻ പിന്നെ കുറച്ചും കൂടെ സീനിയർ ആണെന്നുള്ളൊരു ഇത് എന്നാലും വീട്ടിൽ വരുന്നുണ്ട്. സായിക്ക് നമ്മുടെ ഒരേ ജയറാം സായി ഞാനൊക്കെ ഒരേ കാലഘട്ടമല്ലേ. അപ്പൊ ജയറാമിന്റെ മോൻ ഇപ്പൊ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ കഴിഞ്ഞ മാസമായിട്ട്. എന്നെ പറ്റി ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ, കോമഡി. അത് ഒരു ഫ്ലവേഴ്സിലെ മറ്റൊരു ഇതിൽ വന്നതാണ്, കോമഡി ഷോയ്ക്ക് വന്നതാണ്. പക്ഷെ അത് വൈറലായി. അത് ഷാറൂഖ് ഖാന്റെ ഒക്കെ ഏതോ വീഡിയോ ആ പാട്ടിനൊപ്പം കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. മനു വർമ്മ വന്നു ഷവർമ്മയ്ക്ക് വേണ്ടി. അപ്പൊ അത് ഈയിടയ്ക്ക് ഒരുപാട് കുറച്ചും കൂടെ വൈറലായത് കാളിദാസും പിന്നെ ഷറഫുദ്ദീനും ഇവരെല്ലാരും കൂടെ കാരവാന്ന് അകത്തിരുന്ന് പാടുന്നു. അപ്പൊ അവരായത് പാടിയതായതുകൊണ്ട് കൂടുതൽ റീച്ച് പോയി. അപ്പൊ ഞാൻ ജയറാമിന് മെസ്സേജ് ഇട്ടത്, കണ്ണനോട് എന്റെ താങ്ക്സ് പറയണം. ഞാൻ അല്ലല്ല, ഒരു കോമഡി ആർട്ടിസ്റ്റ് എഴുതി വളരെ ഫേമസ് ആയിട്ടുള്ള സുധീർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് എഴുതാ. അവരിത് സുധീർ ഉണ്ടായിരുന്നു ആ കാരവാനിൽ, ഇവരെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് പാടിയത്. അപ്പൊ അത് ഞാൻ താങ്ക്സ് പറയാൻ പറഞ്ഞിട്ട് ജയറാമിന് മെസ്സേജ് ഇട്ടുണ്ട്. അപ്പൊ ജയറാം തിരിച്ചിട്ട് കണ്ണൻ അവർ കാളിദാസൊക്കെ ഇവിടെ കാരവാനിലിരിക്കുമ്പോൾ ഒരുമിച്ച് ആടിയതാണ്. ഞാൻ പറഞ്ഞു അശ്വതിയിലും, ഞാൻ ഇപ്പോഴും പാർവതി അശ്വതി എന്നേ പറയുള്ളൂ, അശ്വതി എന്ന് പേരേ പറയുള്ളൂ. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു ആൾക്കാരാണ്. അതെല്ലാവർക്കും അറിയാവുന്നല്ലോ. പാർവതി പിന്നെ മാറ്റിയതല്ലേ. എന്റെ പേര് മനു എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേഴ്സണൽ സംഭവത്തിൽ പറഞ്ഞില്ലേ പ്രകാശന്റെ അനിയനാണെന്ന്. ഫാമിലിന്ന് എന്റെ അച്ഛന്റെ ചേട്ടനുമാണ്, ഫസ്റ്റ് കസിനാണ്ടേ. അപ്പൊ ഞങ്ങള് 3 പേരും പ്രായത്തിൽ തുടങ്ങുന്ന ആൾക്കാരായിരുന്നു. തുടരും ജോർജ് സാറ് പിന്നെ അപ്പോ ഞങ്ങൾ 3 പേരാണ് പ്രായത്തിൽ തുടങ്ങുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പൊ ഞാൻ പ്രദീപ് എന്നാണ് ശരിക്കും എന്റെ പേര്. അതൊരു പണ്ടത്തെ ഒരു നോവൽ, അതെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യം, അതേ റിപ്പീറ്റ് ചെയ്യാത്ത. അല്ല, നോവലില് മനോരമക്കാരൊരു എക്സ്പീരിയൻസ് അല്ല, ഒരു എന്താ പറയാ പരീക്ഷണം എന്നുള്ള ഈ വരയ്ക്കുന്ന സാധനം മാറ്റിയിട്ടൊരു ഫോട്ടോ ഇട്ടു. അതിന് നായകൻ ഞാനായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹിറ്റായ നോവലാണ്. ഞാനും പിന്നെ ശ്രീജയില്ലേ ഇന്ദ്രജാലത്തിന് അഭിനയിച്ചത്, അവളാണ് ഒരു നായികയായിട്ട് അഭിനയിച്ചത്. പിന്നെ രതീന എന്നുകൊണ്ട് മിസ്റ്റർ വാണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഒരു നായിക. അത് പക്ഷെ വളരെ പോപ്പുലറായി. ഞാൻ പുറത്തിറങ്ങിയ അന്ന് ഈ സീരിയൽ വരാത്തതുകൊണ്ട് മംഗളോ മനോരമയൊക്കെ അല്ല ആൾക്കാർക്ക്. അപ്പൊ സുധാർ മംഗളത്തിന്റെ വളരെ ഫേമസ് ആയിട്ട് നോവലാണ്. അത് പുറത്തിറങ്ങുമ്പോ മനു എന്ന് വിളിച്ചു തുടങ്ങി. സീരിയൽ അത് കഴിഞ്ഞിറങ്ങി നമ്മുടെ മഞ്ജു സതീഷില്ലേ. അതല്ല, പണ്ട് കാലങ്ങളിൽ ഈ സിനിമ ചെയ്തിട്ട് ഇപ്പം സിനിമയാ, ഇപ്പൊ സീരിയലല്ലേ ഇപ്പൊ കുറെ കൂടി ഇതായിട്ട് നിൽക്കുന്നത്, മെഗാ സീരിയല്. ഞാൻ പറഞ്ഞ നോവലും സീരിയലായി. അതിലാണ് മഞ്ജു സതീഷ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്റെ നായികയായിട്ട്. നീന കുറുപ്പും
അഭിനയിച്ചിട്ടുണ്ട്. അത് പക്ഷെ അത് മീറ്റായി. അന്ന് ദൂരദർശനല്ലേ. ഈ മെഗാ സീരിയൽ വന്നതിന് ശേഷമാണ് കഥയും ട്രാക്കും ഒന്നും ഒരു പിടിയില്ലാതെ പോണത്. ഇന്ന് കാണുന്നത് നാളെ കാണുന്ന ഒരു പിടിയില്ല. മറ്റത് അങ്ങനെയല്ല. നമ്മുടെ സിനിമ പോലെ ഒരു കഥ എല്ലാവരും ലൊക്കേഷനിൽ കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് എന്താണ് ഈ പഴയ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഡയറക്ടറെ കുറ്റം പറയാൻ പറ്റില്ല, റൈറ്ററെ കുറ്റം പറയാൻ പറ്റില്ല, ആർട്ടിസ്റ്റുകളെ കുറ്റം പറയാൻ പറ്റില്ല, ചാനലിനെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും റേറ്റിംഗ് നോക്കിയല്ലേ പോകുന്നേ. മറ്റത് അതില്ലല്ലോ. ദൂരദർശന്റെ ഈ വീക്കിലി വൺസ് എന്ന് പറയുന്നത് കണ്ടാലും കണ്ടില്ലെങ്കിൽ. പിന്നെ ഒരു കാര്യം, നമ്മുടെയൊക്കെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ കാലഘട്ടത്തിലാണ്. അന്ന് ഒരു ആർട്ടിസ്റ്റിനെ ഇപ്പൊ കുമരകം, ഞാന്, മുകുന്ദൻ ഒക്കെ ആ കാലഘട്ടത്തിൽ വന്നതല്ലേ. ഒരു സീരിയൽ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പേര് അല്ലെങ്കിൽ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ടാണ് പേര് എഴുതുന്നത്. ഇന്ന് അതിനൊന്നും സമയമില്ല, കോളിംഗ് അല്ലേ ഉള്ളൂ. അപ്പൊ നായകന്മാര് പോലും, നായകനും നായികയും പോലും ആ സീരിയൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ മാത്രമേ പേര് റെക്കഗ്നൈസ് ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ ഇതില്. അപ്പൊ അതെന്തുകൊണ്ടാണ് ആൾക്കാരെ അറിയുന്നില്ല. ആർട്ടിസ്റ്റ് കഥാപാത്രങ്ങൾ വെച്ചറിയാം. ഇപ്പൊ ഒരു നല്ല ഹിറ്റായ സീരിയലിന്റെ ആർട്ടിസ്റ്റുകൾ പുറത്തിറങ്ങിയ ഭയങ്കര ആൾക്കൂട്ടായിരിക്കും. അത് പക്ഷെ ഈ സീരിയൽ കഴിയുന്നവരെ ഉണ്ടാവുള്ളൂ. 2 മാസം അല്ലെങ്കിൽ 5 മാസം കഴിയുമ്പോ അവരുടെ മനസ്സിൽ നിന്ന് പോകും, ഓർമ്മ നിൽക്കത്തില്ല. പക്ഷെ പണ്ട് കാലങ്ങളിലുള്ള ആർട്ടിസ്റ്റുകൾ ഞാനൊരു 40, 27, 30 സീരിയൽ ഞാൻ ദൂരദർശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണമാണ് മനുവർമ്മ എന്ന് പറയുമ്പോ. പിന്നെ അച്ഛന്റെ ഒരു പേരും കൂടെ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. 36 വർഷമായി. 36 വർഷമായി. എഴഞ്ഞല്ല. എനിക്കിപ്പോ എത്ര വയസ്സ്? 39. അപ്പൊ പിന്നെ നീ എഴഞ്ഞടക്കാന്ന് ഞാനും നീയായിട്ട് അഭിനയിക്കുന്ന അത് തന്നെ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്. അച്ഛൻ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. നല്ല സീരിയലായിരുന്നു. അതെ, ആ ടൈമിലാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അടിപൊളിയായിരുന്നു. ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഈ എന്താ പറയുക, സൈലന്റ് ആയിട്ട് ഇരിക്കുമെങ്കിലും ഇരുന്നിരുന്ന് നമുക്ക് ഓരോ കോമഡികൾ ഇട്ട് തരും അല്ലെ. ചിലപ്പോൾ നമ്മൾ പെർഫോം ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചേട്ടൻ എന്തെങ്കിലും ബാക്കിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയും. നമ്മളിന്ന് ചിരിക്കും. കാണുന്ന ഡയറക്ടർ നമ്മളെ മാത്രമല്ലേ പ്രൈമില് കാണത്തുള്ളൂ. പുള്ളിക്കാരൻ ബാക്കിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓർമ്മിട്ട് തരും. അത് നല്ലായിരുന്നു. നമ്മുടെ സീരിയലും നല്ലായിരുന്നു. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ഒരിടത്തും പോയിരിക്കില്ല. ഞാൻ എല്ലാവരോടും ഞാൻ ഡയറക്ടറും കേട്ടും അതുപോലെ തന്നെ തന്നിരിക്കുന്ന ആൾക്കാരുമായിട്ടും ഫ്രണ്ട്ലി ആയിരിക്കും. അവിടെ പുറത്തിട്ട് കൈ കിട്ടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമ്മള് ഇന്ന് പോയാൽ തീർന്നില്ലേ. പിന്നെ ഓർമ്മകൾ മാത്രമല്ലല്ലോ. അപ്പൊ നല്ല ഓർമ്മകൾ കൊടുത്തിട്ട് പോകാന്നുള്ളൂ അല്ലേ. മനുഷ്യേട്ടൻ ആലോചിക്കുമ്പോൾ നല്ല ആളായിരുന്നു, പാവം. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടും ഞാൻ മദ്യപിക്കാറുണ്ട്. മദ്യപിച്ചിട്ട് ആരോടും ഇച്ചി പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഇച്ചി പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും ദേഷ്യപ്പെട്ടിട്ടില്ല, വഴക്കിട്ടിട്ടില്ല, ഒരു ക്രൂവലായിട്ടില്ല. അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളായാലും പറയും, എല്ലാവരും പറയും. എല്ലാവരും പറഞ്ഞ ആ മനുഷ്യനെന്തും മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ഇത് മാത്രമേ ഉള്ളൂ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു. അതെന്റെ സാഹചര്യം കൊണ്ടും. പിന്നെ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. പിന്നെ ചേഞ്ച് ചെയ്യാൻ സമയമുണ്ട്. ഞാൻ തൊടില്ലാന്ന് ശബ്ദം ചെയ്തു, അങ്ങനെ എനിക്കോട്ടെ എന്ന് വെച്ചു. കുറച്ച് പക്ഷേ എനിക്ക് 2 എക്സ്ട്രീംസ് ഉണ്ട്. ഞാൻ സ്പിരിച്വലായിരുന്നു. അതാണ് എന്റെ സംസാരത്തിൽ അതിങ്ങനെ കൂടി വരുന്നു. സംസാരത്തിൽ എനിക്ക് തോന്നി, ഞാൻ ഇങ്ങനെ കേറി വന്നപ്പോ അത് പടിഞ്ഞാറാണ്, ഇങ്ങനെ അല്ല, അത് വാസ്തു അനുസരിച്ചല്ല. നീ അവിടെ ചൂടാണെന്ന് പറഞ്ഞത് അങ്ങോട്ടാണ്. ഇപ്പൊ സൺ സെറ്റല്ലേ, അപ്പൊ ചൂട് കൂടുമെന്ന് പറഞ്ഞാ. അപ്പൊ 6:30-ക്കല്ലേ ഡേ കൂടല്ലേ. അപ്പൊ 6:30 വരെ ഈ ചൂട് നിൽക്കും. അപ്പൊ ഞാനിത് അടച്ചിട്ടേ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പൊ നമുക്ക് ദോഷമാണെന്ന് പറയുന്നവർ എങ്ങനെ പറയുന്നത്, നമുക്കൊരു കഷ്ടപ്പാട് വരുന്നല്ലേ വരട്ടു. നമ്മൾ തന്നെ ക്ലൂ കൊടുക്കും. ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് പോയിട്ട് നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. മനസ്സിലായോ? ജാതകം എന്ന് പറയുന്നില്ലേ, ഞാൻ എൻ്റെ വാക്കുകളല്ല, നല്ല അറിവുള്ള ആൾക്കാർ പറയുന്നതായി പറയുന്നത്. ജാതകം എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഒരു ആൻസർ ഉണ്ട്. ഈ പൂർവ്വ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കയ്യിരിപ്പാണ് ഈ ജാതകം. അതിൻ്റെ ഫലമാണ് ഈ ജാതകം എന്ന് പറയുന്നത്. ഈ ഗ്രഹങ്ങള് നമ്മളെ ശിക്ഷിക്കാനോ ഒന്നിനുമല്ല വരുന്നത്. ഇപ്പൊ ശനീശ്വരൻ, ശനി വരുന്നു, ഇതൊന്നുമല്ല. അവൻ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് വരുന്ന ജീവിതാനുഭവങ്ങൾ കാണിച്ചു തരാൻ ഒരു ബുക്ക്, അതാണ് ജാതകം. അതിൽ ശനി ഇന്ന സ്ഥലത്തായിരിക്കും, ഇന്ന സമയത്തൊക്കെ വന്ന് കയറും. അപ്പം ശനീശ്വരൻ നമ്മളുടെ ഈശ്വര പദവിയുള്ള ഒരാളെ ഉള്ളൂ ശനീശ്വരൻ. ശനീശ്വരൻ ചെയ്യുന്ന എന്താ, നമുക്ക് നമ്മളെ ധർമ്മികളാക്കുകയാണ്, നമ്മളെ ലെസൺ പഠിപ്പിച്ച് നമ്മളെ കറക്റ്റ് വെയിലാക്കാനാണ്. അപ്പോൾ അതിനാണ് നമ്മൾ വീട് വയ്ക്കുന്നത്, കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാകുന്നതൊക്കെ ആ സമയത്താണ്. അപ്പം നമ്മൾ ഒരു ട്രൂ ലൈഫിലേക്ക് കയറും.
അല്ലാതെ ശനി വന്നു അയ്യോ ഭയങ്കര ടൈം ആവുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു 22 വയസ്സ് കഴിഞ്ഞാൽ, അതും ഞാൻ പറയണല്ല കേട്ടോ, എല്ലാം അടക്കട്ടാണ്. 22 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ കർമ്മം, നല്ല കർമ്മം കൊണ്ട് ജാതകം മാറ്റാം. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഒരു ജ്യോത്സ്യൻ എന്നെ തല്ലിക്കൊടുക്കുക, ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് പിണ്ടാതെ ഇരുന്ന് നോക്ക്. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല, അതെന്താ അറിയോ, ഒന്ന് ഈശ്വരന്റെ ഇത് വേണം, പ്രീതി വേണം, മനസ്സിലായോ? ഇതാ ഉപാസന വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു നല്ല ദൈവജ്ഞന് മീൻസ് ജ്യോതിഷന് പറയാൻ പറ്റും. അല്ല ജാതകം നോക്കി, ഒന്നാമത് ജാതകം നോക്കിയിട്ട് ഒരു രാശി, ഒരു ഗ്രഹത്തിന്റെ നോക്കണമെങ്കിൽ 15 ദിവസം എടുക്കണം. ഇത് ദക്ഷിണ വാങ്ങിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഇതാണ് സംഭവം എന്ന് പറയുന്നത് എന്താ വിശ്വാസ്യതയുള്ളത്? ഞാൻ പോകാറില്ല. ഞാൻ ചിലപ്പോൾ ചില ഇന്ന കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറയും. എനിക്കങ്ങനെ തോന്നും. നമുക്ക് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നില്ലേ, ചിലരുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ തോന്നും. അങ്ങനെയുള്ളടത്ത് ചിലപ്പോൾ പോകും. അപ്പൊ അതിനുള്ള ഒരു നല്ല ദൈവജ്ഞനാണെങ്കിൽ കവടി നിരത്താന്ന് പറയും. ഞാൻ ഇത് നമ്മുടെ അപ്പോഴത്തെ കാര്യങ്ങൾ അതാണ് നോക്കേണ്ടത് ശരിക്കും. അത് വെറുതെ കവടി നടത്തി നോക്കിയാൽ സത്യമാണെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉപാസനയും ഈശ്വര പ്രീതിയും വേണം നന്നായിട്ട്. അങ്ങനെയുള്ളവര് പറയുന്നത് സത്യമുള്ളൂ. അങ്ങനെയുള്ളവർക്കെ കവടി നേരെ വരുള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. നീ പറയാതെ എന്റെ ജനങ്ങൾക്ക് 36 വർഷമായിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുക. ഈ ബോറ് സാധനം അനുഭവിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ? എന്റെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പൊടിയെന്നൊക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഒരു മാറ്റമില്ലല്ലോ. വളർച്ച ഒടിച്ചു പോയി. ചില സമയത്ത്. അപ്പൊ എന്റെ ചാനലിന്റെ പേര് അറിയത്തില്ലല്ലോ. സുമി രാശി തോട്ട്സ് ഓഫ് ദി ഡേ. യെസ്. അപ്പൊ ഇന്നത്തെ തോട്ട് അങ്ങനെയും ചിന്തിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ തോട്ട് ചേട്ടനാണ്. എന്തായാലും എനിക്കൊരു ഇന്റർവ്യൂ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. ഞാനത് ഈ ഒരുപാട് എൻകറേജ് ചെയ്യാറില്ല. കാരണം ഞാൻ ഈ 36 വർഷമായിട്ട് ഇന്റർവ്യൂ, വർഷത്തിൽ 2 ഇന്റർവ്യൂവിനും പോകും. അപ്പൊ എന്റെ വിശേഷങ്ങൾ, ഞാൻ ഏത് പടത്തിൽ അഭിനയിച്ച, ആറ് പടത്തിൽ അഭിനയിച്ച, മമ്മൂക്ക ആദ്യം എങ്ങനെയുണ്ടത്, ലാലേട്ടൻ എങ്ങനെ ആദ്യം ഉള്ളത്, ഇതൊക്കെ ഞാൻ എല്ലാ ഇന്റർവ്യൂവും പറയുന്നതാണ്. അപ്പൊ ആൾക്കാർ വേദിക്ക് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് കേൾപ്പിക്കാൻ. പിന്നെ ദുരഭിമാനമാണ് മറ്റേ ഈ എനിക്ക് കമന്റ്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചോദിച്ചു വരാറുണ്ട്, വീട്ടിൽ ഒരു പണിയില്ലാതിരിക്കുന്നത്. അല്ല, ഈ വീട്ടിൽ ഒരു പണിയില്ലാതെ അങ്ങനെയൊക്കെ ചോദിക്കാനാണ് എനിക്ക് വരുന്നത്. ഞാൻ ഈ ന്യായത്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അന്യായത്തിന് ഭയങ്കരമായിട്ട് എതിരിക്കും. എന്റെ ഫാമിലി ഒരു ഇഷ്യൂ വന്നപ്പോഴും ആൾക്കാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാനേതാണ് മനഃപൂർവ്വം ഇതിനാണ് നിൽക്കുന്നതാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ഈ 2 കാലിലെ ബന്ധമുള്ളവൻ ഒരു കാലിനെ കുറ്റം പറയുക എന്നുള്ളതാണ് മലയാളികളുടെ നമ്മുടെ ഒരു പൊതു സമ്പ്രദായം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ തലതിരിക്കും. അവൻ അങ്ങനെ പോണു, ഇവൻ ഇങ്ങനെ പോണു, കാണാത്തത് പറയുന്നു, ഇല്ലാത്ത പറയുന്നൊക്കെയാണ്. അത് ഒരു നമ്മൾ കണ്ടു കേട്ടില്ല എന്ന് വിചാരിക്കുന്നേ ഉള്ളൂ. അത് അവനവന്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ അത് അങ്ങനെ ക്ലിയർ ആവും, അത് മനസ്സിലാവും. അത് ഒരു നിമിഷം വേണ്ട അതൊന്നും സംഭവിക്കാം. അത് മനസ്സിലാക്കണം. നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ, ഞാൻ എനിക്ക് ആരെയും കുറ്റം പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഈ കുറ്റം പറയുന്ന കാര്യം നമ്മുടെ വീട്ടിൽ സംഭവിച്ചൂടെ ഏത് നിമിഷവും. ഇപ്പൊ സുനാമി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പ്രഡിക്ട് ചെയ്യുന്ന ഒരു സാധനമാണോ? എപ്പോഴും വരാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഈ മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാർ എപ്പോഴും കൈ കൊണ്ടു നടക്കാവുന്നതും അവൈലബിലിറ്റി ഉള്ളത് ഒരു സാധനത്തിനാണ് മൊബൈൽ. ഇന്ന് അതിനല്ല, മനുഷ്യനെ എങ്ങനെ ചീത്തപ്പേരുണ്ടാക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു യന്ത്രമായിട്ട് മാറിയിരിക്കും. നല്ലൊരു എന്താ പറയുക ടൂളാണ് ഇപ്പോൾ മൊബൈൽ. എന്തൊക്കെ എത്ര ആൾക്കാരുടെ ഇത് നശിപ്പിക്കുന്നു. കുടുംബം പണ്ട് അമ്പിളിച്ചേട്ടൻ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ സയൻസ് വികസിക്കാം, അത് നാശത്തിനാവരുത്. എത്ര സയൻസ് വിചാരിച്ചാലും എത്ര വികസിച്ചാലും ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ പപ്പപ്പാടിച്ച് നിൽക്കുകയുള്ളൂ അല്ലേ? മലട്ട് നോക്കി നിൽക്കുകയല്ലേ, ഭഗവാനെ വിളിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ അതെപ്പോഴും മനസ്സിലാവണം. ഈ ഞാൻ അറിഞ്ഞ സംഭവങ്ങൾ ആദിഭൗതികം, ആധ്യാത്മികം, ഇങ്ങനെയുള്ള 3 നമുക്ക് ദുഃഖങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നു, ഒന്ന് ബാക്കിയുള്ള ഒരു വഴി നമുക്ക് കിട്ടുന്നു, പിന്നെ ഒന്ന് പ്രകൃതി നമുക്ക് തരുന്ന. നിവൃത്തികേടുമ്പോഴാണ് പ്രകൃതി തരുന്നത്. കോവിഡ്, സുനാമി എന്നൊക്കെ പറയാം. പ്രകൃതിക്ക് നിവൃത്തികേട് വരുന്ന സമയത്ത് നമ്മൾ സങ്കടം വന്നിട്ടാണ് ചെയ്യുന്നത്. ഒരു ചെറിയ കൊട്ട് കൊടുക്കുന്നു, ചെറിയ കൊട്ടേ ഉള്ളൂ ഈ സുനാമി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് ദേഷ്യം വന്നിട്ട് നന്നായിട്ട് തട്ട് തട്ടിയാലോ താങ്ങിക്കാൻ പറ്റൂല. നമ്മളിനി എന്ത് സ്പേസിൽ പോയാലും ഈ സ്പേസ് ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് ചന്ദ്രന്റെ അതിന്റെ ഗ്രഹത്തിന്റെ ദേവതയാണ് നമ്മൾ ജ്യോതിഷത്തിലൊക്കെ പറയുന്നത്. അല്ല ചന്ദ്രൻ ഇരിക്കുന്ന മറ്റേ ചെളിയും കൊണ്ടും മറ്റേ ഇരിക്കുന്ന സാധനമല്ല.
അപ്പൊ അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തർ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ചന്ദ്രന് വരെ പോയില്ലേ. ഇപ്പൊ ഭൂമിയിൽ വരുന്നൊരു സംഭവം മാത്രമേ സ്പേസിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മള് ജാതകത്തിലൊക്കെ പറയുന്നത് അതിന്റെ അധിപതികളായ ദേവതകളെ നമ്മുടെ പുരാണത്തിൽ പറയുന്നതാണ്. അപ്പൊ പല കാര്യങ്ങളും ഐസക് ന്യൂട്ടൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഭൂഗുരുത്വാകർഷണം ഉണ്ടെന്ന് വിശ്വാസമായിരുന്നു. 5000 10,000 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യമാർ എഴുതിയ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ സയൻസിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ജ്യോതിഷ പ്രമാണത്തിൽ യൂണിവേഴ്സാണ്. പക്ഷേ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ഗ്രന്ഥമുണ്ട്, 100 നാമങ്ങൾ വിഷ്ണുവിൻ്റെ. അതിൽ ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ വിശ്വം എന്നാണ്, വിശ്വം യൂണിവേഴ്സ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ ഇപ്പൊ കിട്ടും. ഇപ്പൊ എന്താ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോയിൻ അവിടെ വെച്ചാൽ മതി, 3 ദിവസം കൊണ്ട് കോടീശ്വരം. പിന്നെ വീട്ടമ്മമാര് തകർത്ത് ഇതാവുക. അങ്ങനെ അന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന പെർട്ടിക്കുലർ വ്യക്തി ഒന്ന് കാണിച്ചത് ആദ്യം. അയാളൊരു കോയിൻ വെച്ചിട്ട് ഈ പറയുന്ന കോയിൻ വെച്ചിട്ട് അയാളൊന്ന് കോടീശ്വരനായിട്ട് കാണിക്കട്ടെ. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി എന്റെ അമ്മ എനിക്ക് ദേഷ്യം വരും കുറച്ച് കഴിയുമ്പോൾ. അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് ദരിദ്രന്മാരുണ്ടാവില്ലോ ഇതൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ? അതിൽ നിന്നൊന്നും ആലോചിച്ച് നോക്കൂടെ? ഇപ്പൊ ഈ ഞാൻ ഇന്നയാളുടെ പ്രതിപുരുഷനാണ് എന്ന് പറയുന്ന ആൾക്കാര് ഈ നമ്മുടെ അവിടെ തിരക്ക് കൂടുന്നതിന്റെ അർത്ഥം എന്താ? നമുക്ക് നേരിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാനും അവരെ പ്രസാദിപ്പിച്ച് നമുക്ക് നമ്മുടെ സന്തോഷം വരുത്താനും ക്ഷമയില്ല. അപ്പൊ ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിക്കാമല്ലോ എന്നുള്ള കണ്ടീഷനിലാണ് അവരുടെ അടുത്ത് പോകണം. പക്ഷെ അവര് നമ്മളെ മുതലെടുക്കല്ലേ? അത് ഏത് മതത്തിലായാലും ഉണ്ട്. ഇപ്പോ നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട്. സുമി, ഞാനത് പറയാറുണ്ട്, നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുക, അല്ലെങ്കിൽ പടച്ചോനിൽ അർപ്പിക്കുക. ഈ പടച്ചോനെ എന്ന് വിളിക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ, ഉള്ളറിഞ്ഞൊരു വിളി. ഞാൻ പറയാറുണ്ട്, ഞാൻ ഖുർആന്റെ ആദ്യ പേജ് കാണാതെ ഞാൻ പറഞ്ഞവനെ ഞാൻ ഞെട്ടിപ്പോയി. അൻസാർ അസോസിയേറ്റ് ആ സീരിയൽ ഉപദേശം ചോദിച്ചു കേട്ടോ, എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു. ഞാൻ കാണാതെ പറഞ്ഞതാ. അപ്പൊ ഈ എല്ലാ മതത്തിലും നല്ലവരും ചെയ്തവരോട്, ഓട്ടോക്കാരിൽ നല്ലവരില്ലേ, പോലീസുകാരിൽ നല്ലവരില്ലേ, എല്ലാത്തിനും ഉണ്ട്. പക്ഷെ സയൻസ് വളരുന്തോറും ഈ ആൾക്കാരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്തൊരവസ്ഥയിലായി. അതിന് സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാം. ഇല്ലേട്ടാ? താങ്ക് യു ചേട്ടാ. ഇനി എന്റെ ജീവിതത്തിൽ പുതിയ പടങ്ങളോ സീരിയലോ എന്തെങ്കിലും വരാത്ത വർഷം ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. പറഞ്ഞു തന്നെ പിന്നെ പറയാൻ വയ്യ. ആൾക്കാർ വിചാരിക്കും ഞാൻ സെൽഫ് ബൂസ്റ്റിംഗ് ആണ്, ഞാൻ സ്വയം പ്രശംസിക്കുക. ഒന്നുമല്ല, നടന്ന് പറയാൻ ഇത് നടന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവർക്കും നന്ദി. സുമിക്ക് പ്രത്യേകം നന്ദി. ഓക്കെ, എല്ലാ സ്നേഹാന്വേഷണങ്ങളും എല്ലാവർക്കും നല്ലത്.